ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇന്നാണ് നമ്മൾ കോളേജ് തുറക്കുന്ന ദിവസം കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകുന്നത്. നമ്മുടെ കൂട്ടുകാരൊക്കെ അവിടെ വന്നിട്ടുണ്ടാകും. അവരുടെ കയ്യിൽ ഗിയർ സൈക്കിളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. നമുക്ക് നോക്കാം. പക്ഷേ നമുക്ക് നമ്മുടെ പപ്പയുടെ ഫോർച്യൂണർ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പോലീസ് പിടിച്ച പണി കിട്ടും. അപ്പോൾ അതേ നമ്മളിന്ന് സൈക്കിളിലാണ് പോണേ ഗൈസ്. നമ്മുടെ കൂട്ടുകാരന്മാരുടെ കയ്യിൽ ഗിയർ സൈക്കിളാണെങ്കിൽ അവരൊടുക്കത്തെ ഷോ ആയിരിക്കും. അത് കാണാൻ വയ്യ. അതിലൊരുത്തുണ്ട്, ഒടുക്കത്തെ ഷോയാണ്. അവൻ്റെ അടുത്ത് കവാസാക്കി അതുപോലെ തന്നെ ആഡംബര കാറും ബൈക്കൊക്കെ ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. എന്തായിരിക്കും അവിടെ പോയാൽ തന്നെ ഉള്ള അറിയാം കേട്ടോ. അവനക്ക് ആകെ ഒരു ടീഷർട്ടും അതേപോലെ തന്നെ ഒരു പാൻറ്റും ഉണ്ട്. അത് എപ്പോഴും അവൻ്റെ ഒരു ബ്ലാക്ക് ടീഷർട്ടായിരിക്കും, ഒരു നമ്മുടെ ഇതേപോലത്തെ ഒരു ജീൻസ് പാൻറ്റും. അപ്പോൾ അതേ നമ്മുടെ ആദ്യത്തെ വീടിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു കോളേജ് ഉള്ളത്. അപ്പോൾ നമ്മൾ കോളേജിൽ അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കോളേജ്. അയ്യോ ബ്രേക്കില്ല സോറി ചേട്ടാ. ഗൈസ് ആ വെറുപ്പിക്കണ സ്വഭാവമുള്ള ചെക്കൻ. ശിവമാര് ബൈക്കൊക്കെ KTM, കവാസാക്കി, ഡ്യൂക്ക്. ഗൈസ് എൻ്റെ ഫേവറേറ്റ് ബൈക്ക് ഇത് കവാസാക്കി. ഇവന്മാരത്ത് ഇത്രയും പൈസ ഒക്കെ ഉണ്ടോ? എല്ലായിടത്തും കട്ടോടുന്നായിരിക്കും. ഗൈസ് എൻ്റെ ഫേവറേറ്റ് കവാസാക്കി. ഗൈസ് നാളെ വരുമ്പോൾ നമുക്ക് ഫോണായിട്ട് വരണം. ഫോണായിട്ട് വന്നാൽ നമുക്കൊരു കവാസാക്കിയുടെ എടുക്കാൻ കേട്ടോ ഒരു ഫോട്ടോ എടുക്കാം. ഇത് ഇവൻ്റെ വണ്ടിയാന്ന് തോന്നുന്നു, കവാസാക്കി കേട്ടോ. അയ്യോ ഗൈസ് എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് ഈ ഒരു കവാസാക്കി. അയ്യോ മറിഞ്ഞു. അയ്യോ സോറി. നമ്മളങ്ങനെ നേരെ ക്ലാസ്സിൽ പോകും കേട്ടോ. ഗൈസ് നമ്മളെ ക്ലാസ്സൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു ലഞ്ച് ബ്രേക്കാണ്. നമുക്ക് ക്യാൻറ്റീൻ പോയിട്ട് വല്ലതും തിന്നണം. നമുക്കൊരു ബിരിയാണി ഓർഡർ ചെയ്ത് കഴിക്കാം. ഗൈസ് ക്യാൻറ്റീൻ കുറച്ച് അപ്പുറത്താണ്. ഇവർക്ക് ഈ കോളേജിൻ്റെ സൈഡിലേക്ക് കൊടുത്തൂടെ? ഇത് ഇവിടേക്ക് എത്ര ഒഴിവല്ലേ? ഗൈസ് ഞാനങ്ങനെ ക്യാൻറ്റീൻ പോയിട്ടുണ്ട്. ഗൈസ് ഇപ്പോൾ അവരെല്ലാവരും ക്യാൻറ്റീനിലാണ്. നമുക്ക് ഇവരെ ബൈക്കൊക്കെ ഒന്ന് തട്ടിയിട്ടാലോ? മറിയുന്നില്ല. അയ്യോ മര്യാദക്ക് എൻ്റെ KTM ഗ്ലാസ് റെഡിയാക്കി നല്ല എൻ്റെ താനി സ്വഭാവം അറിയും. രണ്ട് പീരീഡും കൂടി ഉണ്ട്. നമുക്ക് ഇവർ കാണാതെ പിള്ളേർ കയറി മതി, അല്ലെങ്കിൽ ഇവർ സീനാക്കും. ഗൈസ് അവരെ KTM ഡൂക്കൊക്കെ മറിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്ലാസ്സൊക്കെ റെഡിയാക്കണം എന്നാണ് അവന്മാർ പറയുന്നത്. ഒയ്യോ അത് KTM ഗ്ലാസ് പൊട്ടിട്ടാ. അയ്യോ അവന്മാരെ കാണുന്നില്ല, അവന്മാർ പോയിന്ന് തോന്നുന്നു. പോയി ദേ വരുന്നവന്മാർ. അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഈ സാഗപ്പെട്ട് ഇവന്മാരെ വണ്ടിയുമ്പോൾ തൊടണ്ടിയില്ല. ഗൈസ് നമ്മളെ ക്ലാസ്സൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പപ്പ പുറത്ത് പോയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഇനി നാളെയാണ് ഇനി കോളേജ് ഉള്ളത്. ഇനി ഇന്നില്ല, ഇനി ക്ലാസ്സിൽ കയറുന്നില്ല. ഇതാര്? ഹലോ പറയടാ. നിന്റെ അടുത്തുള്ള എയർപോർട്ടിൽ നിന്ന് നിനക്ക് ചെറുതായി ജെറ്റ് അടിച്ചു മാറ്റാൻ കഴിയും? ജെറ്റ് അടിച്ചു മാറ്റേ? എടാ അവിടെ മൊത്തം സെക്യൂരിറ്റീസ് ആടാ. എടാ അതൊന്നും സീനില്ല, നീ നൈസായിട്ട് അങ്ങോട്ട് കയറിയാൽ മതി. എന്നിട്ട് വേഗം ചില്ല് പൊട്ടിച്ച് അകത്ത് കയറിയാൽ മതി. എടാ നീ ഇത് പറയുന്ന പോലെ ആകെ സീനാകും. എടാ ഒരു സീനുണ്ടാവില്ല, നീ ധൈര്യമായിട്ട് ചെന്നോ. എടാ നീ പകരം എനിക്ക് എന്താ തരാം? ട്രോൺ ബൈക്ക് തരാം. ഉറപ്പാണോ? ഉറപ്പ്. ഈ അവൻ്റെ കയ്യിൽ ഒരു ട്രോൺ ബൈക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഉള്ളതാണോ? ട്രോൺ ബൈക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടി വരും. ഡ്രസ്സ് മാറ്റിയില്ലെങ്കിൽ നമ്മളെ കോളേജ് പിള്ളേരെ നമ്മളെ കണ്ട പണി കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് ജെറ്റ് ഓടിക്കാൻ അങ്ങനെ അറിയത്തില്ല. നമ്മൾ എങ്ങനെയൊക്കെ ഒന്ന് ഓടിക്കാൻ വീട്ടില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇത് നമ്മളങ്ങനെ ടോക്കുമായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ വെടി വെച്ചിട്ട് ഇത് തുളയുന്നില്ല. ഓക്കെ ഗൈസ്, ഇതിൻ്റെ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ സോക്കി ഇനി നമുക്ക് വയർ കണക്ഷൻ വിട്ടുകൊടുക്കാം ഗൈസ്. ഇത് സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ജെറ്റ് അങ്ങനെ ടേക്ക് ഓഫ് ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ജെറ്റ് അങ്ങനെ പറക്കുകയാണ്. ഇവൻ നമ്മളോട് എങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞു? എടി ഈ ജെറ്റ് ഞാൻ എങ്ങോട്ടാ വരണ്ടേ? ബീച്ചിലേക്ക് വിട്ടാൽ മതി. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇവനെവിടെ? ഇത് ലാൻഡ് ആവുന്നില്ല. നമുക്ക് ഈ അരിക്കേക്ക് ലാൻഡ് ചെയ്യാം.
ഗൈസ് ഈ മുകളിൽ നിൽക്കുന്ന അവനാണ്. ഓക്കെ, അവൻ തന്നെയാണ് കേട്ടോ. രാവിലെ ആ നീ വന്നാ പ്ലെയിന് പ്ലെയിൻ താഴെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ എനിക്ക് ബൈക്ക് എവിടെ? ബൈക്ക് നീക്കുന്നു. ഇതാണ് ബൈക്ക്. അതന്നെ ഗൈസ് ഇതാണ് ബൈക്ക്. എൻ്റെ മോനെ, ഇത് RG പറ്റുന്ന ട്രോൺ ബൈക്ക്. ഗൈസ് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ബൈക്ക് എടുക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കവാസാക്കി ആയിരുന്നു. പക്ഷേ അത് വാങ്ങാനുള്ള ക്യാഷ് എൻ്റെ കയ്യിലില്ല. പകരം നമുക്കൊരു ട്രോൺ ബൈക്ക് ഇട്ടിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഹെൽമെറ്റ് ഇട്ട് പോകാം. അവിടെ പോലീസ് സ്റ്റേഷനാണ്, സീനാകണ്ട. ഹെൽമെറ്റ് ഇട്ട് പോകണമല്ലേ നല്ലത്. ഗൈസ് ഞാനങ്ങനെ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് പോവുകയാണേ. ഓക്കെ, നാളെ ഇതും വെച്ചായിരിക്കും നമ്മൾ കോളേജിൽ പോയിട്ട് ചെറിയൊരു ഷോഫ് കാട്ടണം. എന്താ ഓണടിക്കുന്നവന്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നാളെ പോകണം നമുക്ക് കോളേജിൽ. ഗൈസ് നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാവരും ഇന്ന് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. എന്ത് ഈ ബുഗട്ടി ഇടിച്ച് കിടക്കുന്നത്. ഗൈസ് എല്ലാവരും ഇന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. ഇത് എനിക്കായിട്ടുണ്ടാക്കിയ സ്പേസ് ആണോ? ഗൈസ് ഇന്നും ഒരുത്തം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഗൈസ് ഇനി നമുക്ക് അവന്മാരൊന്ന് കാണണം. അല്ലേ വേണ്ട, അവന്മാർക്കൊരു പണി എടുത്താലോ? ഇന്നലെ വെറുതെ തന്നെ തല്ലിയതല്ലേ. നമുക്ക് അവന്മാരെ ബൈക്കൊക്കെ ഒന്ന് മറിച്ചിടാം. അവൻ്റെ ഒരു KTM കവാസാക്കി. എടാ മറ്റവനെവിടെ? അതെ, അവൻ്റെ കവാസാക്കി. ഇതേ ഇനി ഡൂക്കറിനാണ് അവൻ്റെ ഗ്ലാസ്. അയ്യോ, എന്താണ് അവൻ്റെ വണ്ടിമ സ്പ്രിങ്ങാ. ഈ ഡൂക്കിൻ്റെ ഓണറാണ് നമ്മുടെ വെറുതെ നല്ല തല്ലിയിരുന്നു കേട്ടോ. അവനക്ക് തന്നെ എന്നൊരു പണി കൊടുക്കാം. അവൻ്റെ ഗ്ലാസ് തേങ്ങനെ പൊട്ടിക്കുന്നു. അയ്യോ, ഇത് നമ്മുടെ വണ്ടി തീർച്ചയായും. ഈ വെറുതെ ഇവൻ ഡബിൾ സ്റ്റാൻഡ് ഇട്ടാണ് നിൽക്കുന്നത്. ഗൈസ് നമ്മുടെ വണ്ടി നമുക്ക് നീപ്പിക്കാം. ഗൈസ് ഇത് നമുക്ക് ഒതുക്കി പാർക്ക് ചെയ്യാം. ഇവരെ വണ്ടിയുടെ മുകളിലേത് ഈ ഒരു വണ്ടിയാണ് ഇന്നലെ നമുക്ക് പണി വന്നത്. അവൻ്റെ ഒരു ഗ്ലാസ് പൊട്ടിൻ്റെ പേര്. ഗൈസ് ദൂരെ നിന്ന് വന്ന് നമ്മളതിൽ അയ്യോ എന്തൊക്കെ ഉണ്ടായി. അയ്യോ ഗൈസ്, അയ്യോ ദേ ഓമാരൊക്കെ വരുന്നുണ്ട്. ഗൈസ് പെട്ട് ഓമാർ ദേ അവിടുന്ന് വണ്ടി ഇരുന്നുണ്ട്. അവിടെ വന്നാ. ഓ എടുത്തെത്തി. ചമ്മോ ഗൈസ്, ദേ ഓമാർ പുറകിൽ തന്നെ ഉണ്ട്. ഗൈസ് ഇവന്മാർ സീനാക്കും. ഓ ദേ അവിടെ ഒരു ബ്ലൂ കാർ ഇരിക്കുന്നു. നമുക്ക് അതിൻ്റെ അകത്ത് കയറി ഇരിക്കാം. നിങ്ങളൊന്ന് അടങ്ങടാ. വണ്ടി പിടിച്ചിട്ട് നിങ്ങൾക്കൊരു അൽഫാമും മന്തി വാങ്ങി തന്നു മതിയില്ലേ? എങ്കിൽ ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് മന്തി അടുത്താഴ്ച കേട്ടോ. അയ്യോ ദേ വണ്ടി പിടിച്ച്. അയ്യോ ഗ്ലാസും പൊട്ടി. അയ്യോ ദൈവന്മാര് പുറകിൽ തന്നെ ഉണ്ട്. ഗൈസ് ഇവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കണോ വേണ്ടെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.